ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ് കാണാം കേട്ടോ. ഇതിൽ ചില ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ഓൾറെഡി എൻ്റെ ഏതെങ്കിലും ഹോൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ചിലതൊക്കെ ഇനി വരാനിരിക്കുന്ന ഹോൾ വീഡിയോയിൽ കാണാൻ ഇരിക്കുന്ന ഡ്രസ്സുകളും ആയിരിക്കും. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്രിസ്മസിന് സൂട്ടാവുന്ന രീതിയിലുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിൽ വരിക വൈറ്റ്, റെഡ്, ഗ്രീൻ ഈ ഷെയ്ഡുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഷെയ്ഡിൽ വരുന്ന എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രസ്സസും ടോപ്സും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പല വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതും ഉണ്ട് കേട്ടോ. മിന്ത്രയിൽ നിന്ന് വാങ്ങിയതുണ്ട്, മീഷോയിൽ നിന്ന് വാങ്ങിയതുണ്ട്, പിന്നെ ആമസോൺ, അങ്ങനെ പല സൈറ്റുകളിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് നിങ്ങൾ ആരുടെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ് എടുത്ത് നോക്കിയാലും കാണുന്ന ഒരു ഉടുപ്പായിരിക്കും കേട്ടോ. ഇതാണ് സംഭവം. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് അങ്ങനെയാണ് ഈ ഒരു ഉടുപ്പ് കാണുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി കാണാറുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വളരെ മോശം റിവ്യൂസും റേറ്റിംഗും ഉള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങിക്കാണ്ട് വെച്ചേക്കായിരുന്നു. പക്ഷെ ഞാനൊരു പെർട്ടിക്കുലർ ആളുടെ വീഡിയോ കണ്ടപ്പോൾ അതിലത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ വാങ്ങിയപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് നല്ല റിവ്യൂസും റേറ്റിംഗും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഉടുപ്പാണ് കേട്ടോ. നമുക്ക് ഈ ക്രിസ്മസ് സമയത്ത് ഇടാൻ പറ്റിയ അടിപൊളി ഒരു ഉടുപ്പാണ് ഇത്. നമുക്ക് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. മിഡി ലെങ്ത്തിനേക്കാൾ ഒരു പൊട്ടിക്കും കൂടി ലെങ്ത്ത് ഉണ്ട്. ഫുൾ ലെങ്ത്ത് അല്ല, എന്നാൽ മിഡി ലെങ്ത്തിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്തും തോന്നുന്നുണ്ട്. ഇതൊരു വീനക്കാണ് വരുന്നത് കേട്ടോ. താഴെയായിട്ട് ഇതുപോലുള്ള ഇലാസ്റ്റിക് വരുന്നുണ്ട്. നെക്ക് കുറച്ച് കയറിയിട്ടുള്ള നെക്കാണ് കേട്ടോ. ബാക്ക് നെക്ക് ഭയങ്കര ഹൈ നെക്കാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ബാക്കിൽ വരുന്ന ഈ ഹാർട്ട് ഷേപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഇവിടെ വന്നിട്ട് കാണാനായിട്ട്. ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഇതൊരു നോർമൽ ഡ്രസ്സായിരിക്കും. ഈ ഒരു ഹാർട്ട് ഷേപ്പ് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഇത് നല്ല മെറ്റീരിയലാണ്, ഒരു മോശം പറയാനില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു 500, 550 ആ ഒരു റേഞ്ചിലാണ് വന്നത്. ഇത് നമുക്ക് വേസ്റ്റിൻ്റെ ഇവിടുന്ന് താഴത്തോട്ട് ഇതുപോലെയുള്ള കുട്ടി പ്ലീറ്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ വൈറ്റിൽ റെഡ് ഹാർട്ട് വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇത് പ്യുവർ വൈറ്റ് അല്ല കേട്ടോ. ഇതൊരു ഓഫ് വൈറ്റ് എന്ന് വേണം പറയാൻ. ഒരു ക്രീമിഷ് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് വൈറ്റ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു വൈറ്റാണ്, പ്യുവർ വൈറ്റ് അല്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്യുവർ വൈറ്റും ചിലർക്ക് കിട്ടുന്നുണ്ടാവാം. എനിക്ക് എന്തായാലും ഓഫ് വൈറ്റ് പോലത്തെയാണ് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ ഇവർ പല മെറ്റീരിയലായിരിക്കുമല്ലോ ഇവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ വൈറ്റ് കിട്ടും, ചിലപ്പോൾ ഓഫ് വൈറ്റ് കിട്ടും. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏതാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും. എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. എനിക്കത് സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു തവണ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം രണ്ടാമത്തെ തവണ ഓർഡർ ചെയ്യുമ്പോൾ ആ ഒരു തുണിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ്റെ പ്രത്യേകതകളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ അഫോർഡബിളാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്രിസ്മസിന് ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു ഉടുപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന സൈസ് ലാർജ് ആണ് കേട്ടോ. യൂഷ്വലി ഞാൻ എക്സലാണ് എടുക്കാറ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ ലാർജ് എടുത്തു, കാരണം ഇതിൻ്റെ കൈ ഭയങ്കര പളപള കൈയാണ്. അപ്പോൾ എന്തായാലും കൈ എനിക്ക് കയറാണ്ടിരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ബോഡി ലാർജ് എനിക്ക് ഓൾറെഡി കയറും. കൈ കയറാത്ത കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും എക്സൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൈ ഇങ്ങനത്തെ കൈ ആയതുകൊണ്ട് തന്നെ എന്തായാലും എനിക്ക് കയറുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ലാർജ് എടുത്തത് കേട്ടോ. എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. വേണമെങ്കിൽ വേസ്റ്റിൻ്റെ അവിടെ പൊടിക്ക് ലൂസ് പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഉടുപ്പ്. ഈ ഒരു ഉടുപ്പിൻ്റെ അപ്പർ പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുകളിലോട്ട് മാത്രം ലൈനിങ് ഉള്ളൂ, താഴത്തോട്ട് ലൈനിങ് വരുന്നില്ല. കണ്ടോ, താഴെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെയുള്ള ഉടുപ്പുകൾ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ ഷോർട്ട് ടോപ്സിലേക്ക് വരാം. അടുത്തത് വീണ്ടും ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഉടുപ്പാണ് കേട്ടോ. ഇത് വൈറ്റ് നെറ്റിൻ്റെ ഉടുപ്പാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ജസ്റ്റ് 150 റുപ്പീസിന് ഞാൻ വാങ്ങിയൊരു സാരിയാണ്. 5.5 മീറ്ററോ 5 മീറ്ററോ അങ്ങോട്ടായിരുന്നു എൻ്റെ മെറ്റീരിയൽ എനിക്ക് കിട്ടിയത്. അത് വെച്ചിട്ട് തയ്ച്ചിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് വൈറ്റ് എടുത്തുന്നുള്ളൂ. ഇതിങ്ങനെ ഒരു പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ലേസ് പോലത്തെ സംഭവങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെ ഒരു സംഭവം വാങ്ങിച്ച് നമ്മളത് തുന്നി പിടിപ്പിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഉടുപ്പ് കാണാനുള്ളത്. ഇത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഇവിടുത്തെ ഈ ഒരു സംഭവം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നെക്കും ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഈ സ്റ്റോണൊന്നും അന്നില്ലായിരുന്നു, ഇതൊക്കെ ഞാൻ പുതിയത് വെച്ചതാണ്, അമ്മ വെച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ ഡിസൈൻ അന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നെക്ക് ഭയങ്കര ഡീപ്പായിരുന്നു. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഇത് തയ്ച്ച ചേച്ചിയിൽ കൊടുത്തിട്ട് ഓൾട്ടർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. എന്തായാലും അടിപൊളി ഉടുപ്പായിട്ടുണ്ട് കണ്ടോ. ഫുള്ള് നെറ്റാണ്. പിന്നെ താഴത്തോട്ട് കുറച്ച് പോർഷനിൽ ലൈനിങ് ഇല്ലാതെ നെറ്റ് മാത്രം വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്.
എനിക്ക് തോന്നുന്നു ഇത് ക്രിസ്മസിന് പറ്റിയ അടിപൊളി ഒരു ഉടുപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ചർച്ചിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും. വേണമെങ്കിൽ ഇത് ഗൗൺ പോലെ തയ്ക്കാം, ഫുൾ ഗൗണായിട്ട് തയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തയ്ച്ച പോലെ മിഡി ഡ്രസ്സായിട്ട് തയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സാരി ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ ഈ സാരീനെ നമുക്ക് അനാർക്കലിയൊക്കെ ആയിട്ട് തയ്ച്ച് അങ്ങനെ ചെയ്യാം, കുർത്തിയായിട്ട് തയ്ക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്രിസ്മസിന് ഈ ഒരു സാരീനെ, അതായത് ഇത് ഓൾറെഡി സാരി ആയിരുന്നല്ലോ, അതിന് നമുക്ക് പല രീതിയിൽ ഈ ഒരു ക്രിസ്മസിന് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റൂട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കുറേയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചിലതൊക്കെ കാണിച്ചതാണെങ്കിലും വീണ്ടും കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഉടുപ്പ് വരുന്നത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഒരു 1 year ഒക്കെ ആയിട്ടുണ്ടാവും, 1.5 വർഷം ഒക്കെ ആയിട്ടുണ്ടാവും ഇത് വാങ്ങിയിട്ട്, 1.5-2 വർഷം. ഇതാണ് സംഭവം. ഇതൊരു വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും പിന്നെ ഒരു പീച്ചും കോമ്പിനേഷനിൽ വരുന്ന ഒരു മിഡി ഡ്രസ്സാണ് കേട്ടോ. പ്ലീറ്റഡ് ഡ്രസ്സാണ് കണ്ടോ. താഴത്തോട്ട് ഇതുപോലുള്ള പ്ലീറ്റ്സ് വരുന്നുണ്ട്. നെക്ക് വരുന്നത് വീനക്കാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ റാപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് കണ്ടോ. റാപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കിലോട്ട് കെട്ടാനായിട്ട് ഇതുപോലുള്ള വള്ളിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ നല്ലതാണ്. എന്തെങ്കിലും ഫോട്ടോഷൂട്ടിനൊക്കെ സേവ് ദ ഡേറ്റിനൊക്കെ ചിലർ ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ക്രിസ്മസിനും നല്ല ഭംഗിയായിരിക്കും. കാരണം ഇതിനകത്ത് വൈറ്റും ഗ്രീനും പിന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ തന്നെ നല്ല ഭംഗിയല്ലേ. ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ലൈനിങ്ങും ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ലൈനിങ്ങും വരുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ മിന്ത്രയിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം ലിങ്ക്. എനിക്കറിയില്ല, ഇതൊക്കെ ഒരു 2 കൊല്ലം മുന്നത്തെ ആയതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഇത് ബ്രാൻഡ് വരുന്നത് സസാബ്രസ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ഇതും കാണാനും നല്ല ഭംഗിയാണ്, ക്വാളിറ്റിയും ഗംഭീരമാണ്. ഇത് ഞാൻ പണ്ട് ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 വർഷം മുൻപുള്ള ഹോൾ വീഡിയോസിൽ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഞാൻ ഇതൊന്നുകൂടി ഇട്ടൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അടുത്ത ഉടുപ്പ് വരുന്നത് ഞാൻ ഷീയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് കാണാനുള്ളത്. ഇതൊരു പ്രത്യേകതരം ഗ്രീനാണ് കേട്ടോ. പാരറ്റ് ഗ്രീൻ ഒക്കെ പോലെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഗ്രീനാണ്. ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് ഭാഗത്ത് ഫുള്ളായിട്ട് സ്മോക്ക് പാറ്റേണും താഴത്തോട്ട് ഇതുപോലെയുള്ള ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഏറ്റവും താഴെയായിട്ട് ഒരു ലെയർ പോലെ ഇങ്ങനൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് ഷീയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ളവർക്കാണെങ്കിൽ ഇത് കിട്ടാൻ വഴിയില്ല. പുറത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷീനിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടും കേട്ടോ. ഞാൻ ഖത്തറിലായിരുന്നപ്പോഴാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അവിടേക്കൊക്കെ ഇതിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവാണ്, വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് ഫുള്ള് കേട്ടോ. ഈ ഡ്രസ്സിന് ലൈനിങ്ങേ വരുന്നില്ല. കുറച്ച് മേത്തിങ്ങനെ ഒട്ടി കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ നല്ലതാണ്, ക്വാളിറ്റി നല്ലതാണ്. മെറ്റീരിയൽ കുറച്ച് തിന്നാണെങ്കിലും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ നടുക്കായിട്ട് ഇതുപോലെയുള്ളൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് വരുന്നത്. അപ്പോൾ നല്ല ഷേപ്പിൽ നിൽക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ കുറേ ഇലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഫുള്ള് ഇലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ബാക്ക് കണ്ടോ, ബാക്ക് ഫുള്ള് ഇതുപോലത്തെ സ്മോക്ക് പാറ്റേൺ ആണ്. ഇതിൻ്റെ കഴുത്ത് ഭയങ്കര ഡീപ്പ് നെക്കായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അമ്മ ഇത് ഓൾട്ടർ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് ഇതിൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. ഒരുപാട് കുറച്ചിട്ടില്ല. എനിക്ക് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വൈഡായിട്ടുള്ള നെക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നെക്ക് ഇപ്പോൾ ഉള്ളത്. ഞാൻ വാങ്ങിക്കുമ്പോൾ കുറച്ചധികം ഡീപ്പായിരുന്നു. ഇതൊരു ഫുൾ ഉടുപ്പാണ് കേട്ടോ. ഒരു ഫുൾ ഗൗണായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതും നല്ലതാണ്, കാണാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഷീൻ അവൈലബിൾ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഇത് കിട്ടാനായിട്ട് വഴിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചോളൂ. പുറത്തുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ഡ്രസ്സസാണ് ഞാൻ ഈ ഒരു ഹോൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനിയും കുറച്ചൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ അതൊക്കെ ഓഫ്ലൈനായിട്ട് വാങ്ങിയതും അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയില്ലാത്ത ചില ഡ്രസ്സുകളൊക്കെയാണ് പിന്നെയുള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഡ്രസ്സൊന്നും, അതായത് ഇതുപോലത്തെ ഉടുപ്പുകളൊന്നും താല്പര്യമില്ല, സ്കേർട്ടും ടോപ്പും താല്പര്യമില്ല, കുറച്ച് കുർത്തി ടൈപ്പ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു എയർലൈൻ ടോപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതാണ് സംഭവം. ഇത് ക്രിസ്മസിന് നല്ല മാച്ചായിരിക്കും. ഇത് നല്ല ഭംഗിയുള്ളൊരു ഡീപ്പ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറായിട്ടുള്ള മിയോണ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ സമയത്ത് റെഡൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് റെഡ് അധികം ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു റെഡ് ഷെയ്ഡിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റെഡ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഈ ഒരു റെഡ് കളർ എടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഈ സ്റ്റോറിൽ നിന്നല്ല, ഒരുപാട് സ്റ്റോഴ്സിൽ ഇതുപോലത്തെ ജ്വല്ലക്ക് കുർത്തീസ് അവൈലബിൾ ആണ് കേട്ടോ. കുറേ സ്റ്റോഴ്സ് ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലത്തെ സ്റ്റോറുകളൊക്കെ നോക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും. കുറേ സ്റ്റോറുകളിൽ ഇപ്പോൾ ഇതുപോലത്തെ കുർത്തീസ് ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് ഫുള്ളായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്കാണ് വരുന്നത്. കണ്ടോ,
ഇതുപോലെ നെറ്റ് വന്നിട്ട് ഫുള്ളായിട്ട് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡ്രസ്സിന്. ഈ ഒരു വർക്കാണ് ഇതിനെ ഭയങ്കര എലഗൻ്റ് ആക്കുന്നത്. ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്, വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഇത് എ ലൈനാണ്, ഒരുപാട് വിരിവൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. റേറ്റും ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരു ബിലോ 700 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഒരുപാട് പേജസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, 750, 800 ആ റേഞ്ചിലൊക്കെ ഞാൻ ഒരുപാട് പേജസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ കളർ ദുപ്പട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഓണം പോലത്തെ എന്തെങ്കിലും ട്രഡീഷണൽ ഒക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം ചെറിയ എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ വൈറ്റും ഏതൊക്കെയോ സ്റ്റോറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഓഫ് വൈറ്റൊക്കെ, ഗ്രീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ റെഡും ഈ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിന് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് എന്തായാലും നമ്മുടെ അടുത്തൊരു ഔട്ട്ഫിറ്റ് വരുന്നത്. ഇനി ഞാൻ കുറച്ച് ടോപ്സ് കാണിക്കാം കേട്ടോ. കുറച്ചല്ല, 1-2 ടോപ്സ് മാത്രമേ ഉള്ളൂ. വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് കാണിക്കുന്നത്. ഗ്രീനിലും റെഡിലും ഒന്നും എൻ്റെ കയ്യിൽ അങ്ങനെ സ്കേർട്ടിനൊന്നും പറ്റിയ ടോപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മെറൂണിലുണ്ട്, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് മിന്ത്ര ഹോളിൽ കാണിച്ചിട്ടുണ്ട് ഒരു മെറൂൺ ടോപ്പ്. അപ്പോൾ അതൊക്കെയാണ് ഗ്രീനും റെഡും ഒക്കെ ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെയുള്ളത് വൈറ്റ് ടോപ്സാണ്. വൈറ്റ് ടോപ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടോപ്പ് വരുന്നത് ഇതാണ്. ഇത് ഞാൻ ഒരു 3.5 കൊല്ലം മുൻപ് ആമസോണിൽ വാങ്ങിയതാണ് കേട്ടോ. അടിപൊളി ടോപ്പാണ്. ഹർപ്പയാണ് ബ്രാൻഡ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ടോപ്പ്. ഇതിപ്പോൾ എനിക്ക് കയറുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, കാരണം 3.5 കൊല്ലം മുമ്പത്തെ ആണല്ലോ. അതുകൊണ്ട് എനിക്ക് പാകമാണോ എന്ന് അറിഞ്ഞൂടാ. പാകമാണെങ്കിൽ ഞാൻ ഇട്ട് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ഇട്ടിട്ടുള്ള ഫോട്ടോ മുന്നത്തെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇട്ട് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് കാണാനുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ ഇതുപോലത്തെ ബുട്ടാ ജോർജറ്റാണ് കേട്ടോ. ഇതുമ്പോൾ നല്ലപോലെ അഴുക്കുണ്ട്. എനിക്ക് തോന്നുന്നു എടുത്ത് വെച്ച് അഴുക്കായതാന്ന് തോന്നുന്നു. അലമാരയുടെ സൈഡിലൊക്കെ കൊണ്ടിട്ടോ അങ്ങനെ അഴുക്കായതാവാനാണ് ചാൻസ്, അല്ലാതെ അഴുക്കാവാൻ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല. ഒരു തരം യെല്ലോ ഷെയ്ഡിലുള്ള ചെളി പോലത്തെ എന്തൊക്കെയോ ഇതുമുണ്ട് കേട്ടോ. ഇത് വാങ്ങിയപ്പോൾ നല്ലതായിരുന്നു. ഇത് എടുത്ത് വെച്ച് ഇങ്ങനെ ആയതാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു നെക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് നെക്കുമ്പോൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു മെഷീൻ എംബ്രോയിഡറി ഞാൻ തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതുപോലെ ഫ്രിൽസ് വരുന്നുണ്ട്. ഇതിൻ്റെ നെക്ക് ഈ ഒരു ടോപ്പിന് നെക്ക് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെയും നെക്ക് നിൽക്കുന്നത് കേട്ടോ. സ്ലീവ് വരുന്നത് ഇതുപോലത്തെ ഹാഫ് സ്ലീവാണ്, പക്ഷേ ഇതുപോലെ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ബട്ടർഫ്ലൈ സ്ലീവ് ഉണ്ടല്ലോ, അങ്ങനത്തെ സ്ലീവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, ഇതുപോലെയുള്ള ബുട്ടാ ജോർജറ്റിൻ്റെ ആ ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് കേട്ടോ. സ്ലീവിൽ ലൈനിങ് വരുന്നില്ല. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ല എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇത് നമുക്ക് ഏത് സ്കേർട്ട് വേണമെങ്കിലും ഇടാം, കാരണം ഇതിനകത്ത് ത്രെഡ് വരുന്നത് തന്നെ മൾട്ടി കളറിലാണ് ത്രെഡ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് സ്കേർട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. പിങ്ക് ഇടാം, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, റെഡ്, ഗ്രേ, അങ്ങനെ കുറേ കളേഴ്സ് ഇതിനകത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സ്കേർട്ട് വേണമെങ്കിലും ഈ ഒരു സംഭവത്തിന് ചേരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അന്ന് വാങ്ങുമ്പോൾ 400-500 ആ ഒരു റേഞ്ചിലായിരുന്നു. ഇപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, എനിക്കറിയില്ല ഇതുണ്ടോ. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ കണ്ടിരുന്നു. അപ്പോൾ വൈറ്റും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഞാൻ അന്ന് ഇത് വാങ്ങിയത് ആമസോണിലായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഏതിൽ നിന്നാണ് എനിക്കിപ്പോൾ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇത് ഞാൻ എക്സലല്ല ലാർജാണ് കേട്ടോ സൈസ് എടുത്തിരിക്കുന്നത്. അന്ന് എനിക്ക് ലാർജ് ഭാഗമായിരുന്നു. ഇപ്പോൾ എനിക്ക് ലാർജ് ഭാഗവും വഴിയില്ല. ചില ഡ്രസ്സിൻ്റെ ലാർജ് ഭാഗവും ഇത് ഞാൻ ഭാഗമാണെങ്കിൽ ഇട്ട് കാണിക്കാം കേട്ടോ. ഇതെന്തായാലും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇടാൻ അങ്ങനെ ആണ് നിങ്ങൾ ക്രിസ്മസിന് ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ ഇടയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു വൈറ്റ് ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, മിന്ത്ര ഹോളിൽ കാണിച്ചിട്ടുള്ള ടോപ്പാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല നെറ്റിൻ്റെ ഒരു ടോപ്പാണ്. ഇതിൻ്റെ കഴുത്തിൽ കണ്ടോ ഇതുപോലെയുള്ളൊരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സംഭവമാണ് നെക്ക് വരുന്നത്. അതുപോലെ തന്നെ കൈയുടെ ഈ ഒരു താഴ്ഭാഗത്തായിട്ടും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ താഴെ ഇതുപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ നെക്ക് കുറച്ച് കയറിയിട്ടുള്ള നെക്കാണ്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു വി ഷേപ്പിലൊരു കട്ടും ഈ ഒരു നെക്കിന് വരുന്നുണ്ട് കേട്ടോ. ഇതും ബോഡി ഫുള്ളായിട്ട് അത്യാവശ്യം നല്ല മെറ്റീരിയലിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ, നല്ല ലൈനിങ് കേട്ടോ. പിന്നെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. ഇത് ബ്രാൻഡ് അഥീന എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. ഇത് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് XL ആണ്, പക്ഷെ എനിക്ക് ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സൈഡിൽ ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് കണ്ടോ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു 6 ആക്ക് പോലെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഈ ഒരു ടോപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ നല്ലതാണ്, ക്വാളിറ്റി നല്ലതാണ്, ഇട്ടിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടോപ്പ് വരുന്നത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് എന്താ പറയുക, എന്ത് ഭംഗിയല്ല ഇത് കാണാനായിട്ട്.
വൈറ്റും റെഡും കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. നെക്ക് വീനക്കാണ്. ഇത് നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അതായത് നമുക്ക് വിൻ്ററിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു പ്രശ്നം സ്ലീവ് ഇല്ല. നിങ്ങൾക്ക് സ്ലീവ്ലെസ് ടോപ്സ് ഇഷ്ടമാണെങ്കിൽ ഇതിങ്ങനെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഇന്നർ അല്ലെങ്കിൽ ടേർട്ടിലെ ടോപ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുകൂടെ ജാക്കറ്റ് ഇടാം. അങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ സ്റ്റൈൽ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിന് ആപ്റ്റായിട്ടുള്ള ഒരു ടോപ്പായിട്ട് എനിക്ക് തോന്നി. സ്കേർട്ടിൻ്റെ കൂടെയോ ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് സൈസൊന്നും കാണാനില്ലല്ലോ, ലാർജാന്ന് തോന്നുന്നു. ഇത് ഞാൻ ഹോൾ വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പബ്ലിക് ആക്കിയിട്ടില്ല കേട്ടോ. മിക്കതും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള ഹോൾ വീഡിയോസൊക്കെ എന്തായാലും വരിക. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഹോൾ വീഡിയോയിൽ ഈ ഒരു ടോപ്പ് നിങ്ങൾ വീണ്ടും കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു വൈറ്റും പിന്നെ ഒരു ക്രീമും കോമ്പിനേഷൻ കണ്ടിരുന്നു കേട്ടോ. ഇതിപ്പോൾ വൈറ്റും റെഡും അല്ലേ, അതിന് പകരമായിട്ട് വൈറ്റും ഒരു ബ്രൗണിഷ് ഒരു ക്രീം പോലത്തെ ഒരു ഷെയ്ഡും ഇതിൻ്റെ തന്നെ സെയിം ഞാൻ മീഷോയിൽ കണ്ടിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പും ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഒരു എന്താ പറയുക, നേരത്തെ കാണിച്ച പോലെ തന്നെ വൈറ്റ് ബൂട്ട ജോർജറ്റിൻ്റെ ഒരു ടോപ്പ് കാണിച്ചല്ലോ, അതുപോലെ തന്നെയുള്ള ഒരു ബൂട്ട ജോർജറ്റിൻ്റെ തന്നെ ടോപ്പാണ്. ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഷെയ്ഡാണ്. ക്രിസ്മസിന് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ, ഇടണമെങ്കിൽ ഇടാം കേട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ക്രിസ്മസിന് നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പം ഞാൻ തൽക്കാലം ഒരു പിങ്ക് സ്കേർട്ട് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ സൈഡിൽ കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി നല്ലത് വേറെ ഏതെങ്കിലും കുറച്ചും കൂടി എന്താ പറയുക ബ്രൈറ്റ് ആയിട്ടുള്ള സ്കേർട്ടുകൾ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ഐഡിയാസ് അല്ലെങ്കിൽ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് സജഷൻസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സ് ഉള്ളതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.